അവൻ്റെ മാർക്ക് ലിസ്റ്റൊന്നും ഇനിയും ഞങ്ങൾ മേടിച്ചിട്ടില്ല. അവൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെയാണ് വരുന്നത്. ഇനി തിരിച്ചു പോയിട്ട് വേണം അവൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ സ്കൂളിൽ നിന്ന് മേടിക്കാൻ വേണ്ടി. അതിനു മുമ്പായി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവന് പരിശുദ്ധ അമ്മ ഇടപെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവനോട് വചനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം, ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ 4 മണിക്കാണ് അവിടെ ഉണ്ടാവാറുള്ളത്. 4 മണി ആ സമയത്ത് തന്നെ ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് മോനെ ഞങ്ങൾ സ്കൂൾ വിട്ടുകൊണ്ടിരുന്നത്. അവൻ്റെ പരീക്ഷാ സമയത്തിന് മുൻപായി, അമ്മേ എൻ്റെ ഉടമ്പടി യോഗ്യതയാൽ അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ധ്യാനം നടത്തുന്നതിനെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് മായുണ്ട്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ മാതാവിനെ ഈശോനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും, ആ ജോസഫ് അച്ഛൻ ഒന്നിവിടെ വന്ന് നമ്മളെ മക്കളെയും കൂടെ ഒന്ന് ബ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരാശ്വാസമായിരുന്നു. അതും പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഷാർജ പള്ളിയിൽ ഞങ്ങൾ കുർബാന ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത്. പറ്റാവുന്നിടത്തോളം ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് കുർബാന പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ്, ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ 3, 4, 5, 6 തീയതികളിൽ കൃപാസനത്തിലെ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ ഇവിടെ വന്ന് ഒരു മരിയൻ റിട്രീറ്റ്, ഇവിടെ ഒരു ധ്യാനം ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടി എന്താണ് ഉണ്ടായതെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല. അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ 3, 4, 5, 6 ദിവസങ്ങൾ ഞങ്ങൾ ഷാർജയിലെ എല്ലാവരെയും, അത് ഈ ക്രിസ്ത്യൻസോ അങ്ങനെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ആത്മീയ വിരുന്നിലേക്ക് ജോസഫ് അച്ഛൻ ഞങ്ങളെല്ലാവരെയും അടുപ്പിച്ചു. ആ 3, 4, 5, 6 ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10, 11 മണി നേരം ഇരുട്ടുന്നത് വരെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും പറ്റാവുന്നവരെല്ലാം പങ്കെടുത്ത ഒരു ഏറ്റവും നല്ല ധ്യാനവും, അതിലൂടെ അവിടെ വന്ന എല്ലാ മക്കൾക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കൊടുത്തിട്ടാണ് അച്ഛൻ വിട്ടത്. അതെല്ലാം ഈശോയുടെ ദൂതനെ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ ആ വചന അതേപോലെ വന്നതുപോലെ ജോസഫ് അച്ഛനെ അയച്ച് അവിടുത്തെ മക്കളെ എല്ലാം ബ്ലസ് ചെയ്തിട്ടാണ് വിട്ടത്. അതിൻ്റെ ഫലമായി ഇവൻ പഠിക്കുന്ന ജെംസ് സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ എല്ലാ സ്കൂളുകളിലും 100% വിജയമാണ് ഈ വർഷത്തെ +2 റിസൾട്ടിൽ വന്നിരിക്കുന്നത്. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. ജെംസിൻ്റെ എല്ലാ സ്കൂളുകളിലും CBSE +2 റിസൾട്ട് 100% ആയിരുന്നു. ഞാൻ എൻ്റെ മോനെ പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്, അവൻ പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു വിടും. അതുപോലെ തന്നെ നെറ്റിയിൽ തൈലം കൊടുത്തു വിട്ട് ഞാൻ പറയും, നീ പ്രാർത്ഥിച്ചു. അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ കാണാറുള്ളത് കൊണ്ട് അവനറിയാം. അവൻ അതുപോലെ ചെയ്തു. ഇത് ഉടമ്പടി വഴിയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും ആദ്യത്തെ അടയാളം ജോസഫ് അച്ഛൻ വന്ന് ഈ മക്കളെ ബ്ലസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തത്, ഇവൻ ആ എക്സാം എഴുതുന്ന സ്കൂൾ അവിടെ ഷാർജയിലെ പള്ളിയുടെ ഏറ്റവും അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കൂടി മുട്ടുമേൽ നിന്ന് അവിടെ നിന്ന് മാതാവിന് ഒരു ജപമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവൻ സ്കൂളിലേക്ക്, ആ സ്കൂൾ എക്സാം എഴുതുന്ന സ്കൂളിലേക്കുള്ള ആ ഗേറ്റിൻ്റെ നമ്പർ 6 എന്നായിരുന്നു. അത് ഉടമ്പടിയുടെ അടയാളമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ച 6 കൽഭരണികൾ, അതുപോലെ ഇവൻ 6ാം ഗേറ്റിലൂടെയാണ് അവൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയതും തിരിച്ചു വന്നതും. ആ അനുഗ്രഹത്താൽ അവന് നല്ല മാർക്കോടെ പാസ്സായി. അവന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അവനെയും ഞങ്ങളെയും ഒരുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി യേശുനാമത്തിൽ ഉയർത്തി. പരീക്ഷാ സമയത്ത് അവനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം. എൻ്റെ പേര് അക്ഷത്. ഞാൻ ഇപ്പോൾ 12th കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ പഠിക്കുമ്പോൾ ആദ്യം എൻ്റെ ടേബിളിൽ ഒരു A4 ഷീറ്റിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വലുതായി എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ കൃപാസനത്തെ ഒരു ബുക്ക് വായിച്ച് പറഞ്ഞെന്നാണ്, പഠിക്കുമ്പോൾ ആ പേജ് തുറന്ന് അതിൻ്റെ മേലെ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പഠിക്കാൻ, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പോകുമ്പോൾ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ കൃപാസനം സോൾട്ട് ഇടുമായിരുന്നു. പിന്നെ എക്സാമിൽ കയറി കഴിയുമ്പോൾ അവർ കുറച്ച് നേരം ഫ്രീ ടൈം തരും, എന്തെങ്കിലും പഠിച്ച് റിവൈസ് ചെയ്യാൻ, ഓർമ്മിച്ചെടുക്കാം. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്ത്. പിന്നെ എക്സാം സമയത്ത് എനിക്ക് എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ പറയും, മാതാവിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേമാതിരി ഞാൻ എപ്പോഴും ആലോചിക്കാം, മാതാവ് ഇതെന്താ ഇങ്ങനെ, എനിക്കതൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പിന്നെയും ഞാൻ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്ന് ഞാൻ അതേമാതിരി എഴുതും.
എന്നിട്ട് അത് എഴുതിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ എനിക്ക് നെറ്റിയിൽ ഉടമ്പടി തൈലം വെച്ച് തരുമ്പോൾ ഞാനത് പേപ്പറിൽ കുരിശ് വരയ്ക്കുമായിരുന്നു, പിന്നെ സോൾട്ട് ഇടുമായിരുന്നു, എന്നിട്ട് ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് വേറൊരു അടയാളം വന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു സമയം ഞാൻ കാശുരൂപ സ്മെല്ല്, എനിക്കൊരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു, അതൊരു അടയാളമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ പാസ്സായി. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കൊടുത്ത് അനുഗ്രഹിച്ചു. അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ കൂടുതൽ ജോലി എടുത്തത് വന്ന് മെഡിക്കൽ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്ന വരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതെടുക്കാം. എന്താ വെച്ചാൽ ഞാൻ വന്ന് കൂടുതൽ മെഡിക്കൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടായിട്ടിരുന്നു. എൻ്റെ ഏജ് വന്ന് ഓവറായിപ്പോയി. അപ്പം ഞാൻ വന്ന് അവിടെ നിന്ന് വന്നിട്ട് 45, 46, 35 കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും ജോലി അധികം വേറെ ഇതിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പലപ്പോഴും ചില സാക്ഷ്യങ്ങളിൽ കേട്ടിരിക്കുന്നത് 45 വയസ്സിലും ഇതൊക്കെ ആയിട്ട് ജോലി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടി എന്ന്, നല്ല ജോലിയിൽ കിട്ടിയ ആൾക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് പല സാക്ഷ്യങ്ങളും കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ 48-ാം വയസ്സിൽ ഞാൻ ആക്ച്വലി ഫീൽഡ് മാറി വേറൊരു മൂവിങ് കമ്പനിയിൽ താൽക്കാലികം ആ കേസ് നടക്കുന്ന ടൈമിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസിൽ പരിചയമുണ്ടായ ഒരു മാനേജർ, വളരെ ടാലൻറ്റഡ് മാനേജറാണ്, വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ. അവിടെ പേര് ശ്രീകാന്ത്. ഞാൻ കൂടുതൽ ജോലി എടുത്തത് വന്ന് മെഡിക്കൽ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്ന വരി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതെടുക്കാം. എന്താ വെച്ചാൽ ഞാൻ വന്ന് കൂടുതൽ മെഡിക്കൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടായിട്ടിരുന്നു. എൻ്റെ ഏജ് വന്ന് ഓവറായിപ്പോയി. അപ്പം ഞാൻ വന്ന് അവിടെ നിന്ന് വന്നിട്ട് 45, 46, 35 കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും ജോലി അധികം വേറെ ഇതിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പലപ്പോഴും ചില സാക്ഷ്യങ്ങളിൽ കേട്ടിരിക്കുന്നത് 45 വയസ്സിലും ഇതൊക്കെ ആയിട്ട് ജോലി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടി എന്ന്, നല്ല ജോലിയിൽ കിട്ടിയ ആൾക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് പല സാക്ഷ്യങ്ങളും കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ 48-ാം വയസ്സിൽ ഞാൻ ആക്ച്വലി ഫീൽഡ് മാറി വേറൊരു മൂവിങ് കമ്പനിയിൽ താൽക്കാലികം ആ കേസ് നടക്കുന്ന ടൈമിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസിൽ പരിചയമുണ്ടായ ഒരു മാനേജർ, വളരെ ടാലൻറ്റഡ് മാനേജറാണ്, വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരാൾ, അവിടെ ദുബായിൽ എത്തിയെന്ന് പറഞ്ഞു കണ്ടു. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ലിങ്ക്ഡിൻ പറഞ്ഞ് ഇതുവഴി മെസ്സേജ് അയച്ചിട്ടു. സാർ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ ഇന്നൊരു കോളേജിലാണെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ലൊക്കേഷനും നമ്പറും വാങ്ങി അവരെ വിളിച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഞങ്ങളെ കമ്പനീൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ വല്ല മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഓഫീസ് ഐറ്റംസിൻ്റെ മൂവ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമ്പനിക്ക് തരണം എന്ന് വെച്ചാൽ അത് ഞാനൊരു ടെമ്പററി ജോലിയായിട്ട് എടുത്തതാണ്. അവിടെ പോയി ഞാൻ 2ാമത്തെ ടൈം മീറ്റ് ചെയ്യുമ്പോൾ അങ്ങേര് ഇങ്ങോട്ട് ചോദിച്ചു, ശ്രീകാന്ത് നിനക്ക് ഫീൽഡ് മാറാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു സാർ എന്താ ചോദിക്കുന്നതെന്ന്. അല്ല നിനക്ക് എങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു സാർ എനിക്ക് എഡ്യൂക്കേഷൻ ഫീൽഡ് തീരെ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, അതിനെ പറ്റി നോളജും ഇല്ല, പിന്നെ അതേമാതിരി എനിക്ക് ഏജും ഇത്രയായി, ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ കഴിവ് എനിക്കറിയാം, നീ വന്നിട്ട് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഞാൻ നിനക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം ട്രയൽ പീരീഡ് വെക്കാം. ആ ടൈമിൽ നീ വർക്ക് ചെയ്തോ, ഇവിടെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തോ, അന്നേരം ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് അഥവാ നിൻ്റെ പെർഫോമൻസ് ശരിയില്ല എന്ന് പറഞ്ഞാൽ മാനേജറിൽ നിന്ന് മാറിയിട്ട് റെഗുലർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ എടുത്തു. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് കഴിഞ്ഞു. അവിടെ ഇതുവരെ സുഖമായിട്ട് പോകുന്ന ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിനെ കൊണ്ടാണ്, ഈശോ വഴി വന്ന് കിട്ടിയ അനുഗ്രഹമാണ്. എന്താ വെച്ചാൽ എനിക്ക് ഏജ് വൈസ് വളരെ ഓവറാണ്, എക്സ്പീരിയൻസ് വൈസ് ആ ഫീൽഡിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ല, എന്നിട്ടും അവിടെ ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ലൊരു കണക്ഷനും കുറേ ആൾക്കാരായിട്ടുള്ള കണക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റിയത് മാതാവ് വഴി ഈശോത്തിന് അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ് ആൻഡ് താങ്ക്സ് മദർ മേരി. ഞാൻ തിരിച്ച് എൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്നാൽ കഴിയുന്ന 5, 6, 7 ജപമാലകൾ ഞാൻ ചൊല്ലാറുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ആണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചതും ബൈബിൾ വായിക്കാൻ പഠിച്ചതുമൊക്കെ. ഞങ്ങൾ 3 പേരും ജപമാലയും ചൊല്ലാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ ബൈബിളും വായിക്കാറുണ്ട്. അങ്ങനത്തെ ആത്മീയ പ്രാർത്ഥനകൾ, പേഴ്സണൽ പ്രെയർ ഞങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. ആ തന്ന അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും
ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് വെനസ്ഡേയ്സ് ആണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഫാസ്റ്റിംഗ് എടുക്കും. ആ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കൈ വിരിച്ച് പിടിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വിശപ്പടങ്ങുവാനും അവർ ഭക്ഷണത്തിന് വേണ്ടി അലയാതിരിക്കുവാനും പരിശുദ്ധ അമ്മേ ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ, അവരെ കൂടെയും രക്ഷാകവചമായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് വൈകിട്ട് ഷാർജയിലെ റോഡുകളിൽ വെയിലിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ആ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്. അവിടെ കുറേ പരിമിതികളൊക്കെ ഉണ്ട് UAE ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലും ആ പരിമിതികളിൽക്കുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ ധാരാളമായി ഈശോ വഴി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ പത്രം വാങ്ങിക്കാറുണ്ട്. പത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ UAE പള്ളികളിലും അതുപോലെ ഞങ്ങൾക്ക് അറിയാവുന്നവരും റോഡിൽ കൂടെ കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങൾ ഇവിടെ പത്രം വാങ്ങിച്ചും ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആരെ കണ്ടുമുട്ടിയാലും ആരോടൊക്കെ സംസാരിക്കുന്നുവോ അവരോടൊക്കെ പരിശുദ്ധ അമ്മയെപ്പറ്റി ഒരു വാക്ക് പറയാറുണ്ട്. ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴുമൊക്കെ അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിലുള്ള ഈ 10-15 വയസ്സ് പോലും തികയാത്ത ഈ കൊച്ചിനെ കൂടി നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ ആക്കണമെന്ന്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എനിക്കില്ല. കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സ്വത്തായ അവനൊന്ന് കരഞ്ഞ് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു അമ്മയെയും അമ്മയുടെ തിരുക്കുമാരനെയാണ് ഞാൻ അവന് കൊടുത്തത്. എന്നെ കളിയാക്കുന്നവരോടൊക്കെ ഞാൻ അത് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്പാദ്യം കൊടുത്തിട്ടായിരിക്കും ഞാൻ എപ്പോഴാണോ പോകുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് പറയും, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വഴി എൻ്റെ വീട്ടിലെല്ലാവരും, എൻ്റെ അമ്മ, അനിയത്തിമാർ എല്ലാവരും ഉടമ്പടി